സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം അധ്യായം 3 11 തിരുവചനം. ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സഭാപ്രസംഗിയുടെ പുസ്തകം 3 അധ്യായം 11 വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും അത് ഗ്രഹിക്കുവാൻ കഴിയാത്ത മനുഷ്യൻ്റെ ബലഹീനതയും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിച്ച് വഴി നടത്തുന്ന സർവശക്തനായ ദൈവം, എല്ലാം കൃത്യമായി അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തീർക്കുന്ന നിത്യതയുടെ പിതാവ്, മനുഷ്യന് നിത്യം അവിടുത്തെ സന്നിധിയിൽ വസിക്കുവാൻ നിത്യജീവനെ നൽകിയ ദൈവം, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അതതിൻ്റെ സമയത്ത് അവിടുന്നെല്ലാം കൃത്യമായി ഭംഗിയായി ചെയ്തു തീർത്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ ദൈവപ്രവൃത്തികളെ ഗ്രഹിപ്പാൻ അഥവാ ആദിയോടന്തം ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നും ഇവിടെ കാണാം. നശ്വരമായ ലോകയാത്രയിൽ മനുഷ്യൻ ദൈവത്തിന് നൽകുന്ന സ്ഥാനം എന്താണ്? സൃഷ്ടാവ്, രക്ഷകൻ, ദാതാവ്, ഈ നിലയിൽ ഒക്കെ ദൈവത്തെ കാണുന്നവരുണ്ട്. ഇതിലേതാണ് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത്? സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഈ 3 പദങ്ങളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്നിട്ടും ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ മനുഷ്യന് പലപ്പോഴും കഴിയാതെ പോകുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ എങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആദിയോടന്തം ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല എന്നുള്ള ആ ഒരു ബലഹീനത, ആ ഒരു കുറവ് മനുഷ്യനിൽ നമുക്ക് കാണാം. ജീവിതത്തിൽ സന്തോഷം മാത്രം ലക്ഷ്യമിട്ട് പായുന്ന ഒരു സമൂഹത്തെ ആധുനിക യുഗത്തിൽ നമുക്ക് കാണാം. എന്നാൽ ആ ലൗകികമായ സന്തോഷം നിലനിൽക്കുന്നതല്ല എന്നും, നിലനിൽക്കുന്ന സന്തോഷം ദൈവത്തിൽ നിന്നാണെന്നും മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിലനിൽക്കുന്ന സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ തൻ്റെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട് ശരീരം പോലും വ്രണങ്ങളാൽ നിറഞ്ഞ് സ്വന്തം ഭാര്യ പോലും കുറ്റപ്പെടുത്തിയപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ പതറാതെ ജീവിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ സാധിച്ച ഒരു ഭക്തനാണ് ഇയ്യോബ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന തിരുവചനപ്രകാരം ഇയ്യോബ് പ്രതിസന്ധികളുടെ മധ്യേ ദൈവത്തെ മാനിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇയ്യോബിന് നഷ്ടപ്പെട്ടതൊക്കെ ദൈവം തിരിച്ചു നൽകി. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
ദൈവപ്രവൃത്തികളെ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഉപകരിക്കുന്നുവോ? പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും തിരുവചന സത്യങ്ങളിലൂടെയും ദൈവത്തെ ഗ്രഹിക്കുവാൻ, അറിയുവാൻ, മനസ്സിലാക്കുവാൻ, ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് കഴിയും. ആമേൻ.